ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് കളർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ കണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു A4 സൈസിലുള്ള കളർ പേപ്പറിന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി അതിലൊരു ലീഫിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ലീഫിൻ്റെ സൈസിൽ ആ പേപ്പറിന് 3 ആയിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 പീസ് ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇനി അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ലീഫ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കൂടുതൽ പീസ് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ വലിയൊരു പേപ്പറിൽ ഈ ലീഫിൻ്റെ സൈസ് അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ ലീഫും ഒരേ സൈസിലുള്ളത് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കൂടുതലുണ്ടെന്ന് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ലീഫുകളെല്ലാം നമുക്ക് ഈ റൗണ്ട് ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. 2 ലീഫ് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ റൗണ്ട് ഷേപ്പിൽ ഓരോ ലീഫായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ 2 ലീഫിനെ ആദ്യം ഒരുമിച്ച് ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 ലീഫാക്കി ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ റൗണ്ട് ഷേപ്പിക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ലീഫുകളും 2 ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസും ആ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ലീഫ് വെച്ചതിന് ശേഷം അതിൻ്റെ താഴെ ആയിട്ടാണ് കേട്ടോ അടുത്ത ലീഫ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കളർ പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് റീത്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആ ലീവ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ റൗണ്ട് ഷേപ്പിൽ വരണം കേട്ടോ ലീവ്സ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ. ഇനി അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോ ഉണ്ടാക്കണം. അപ്പോൾ അതിന് റെഡ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. 12 സെൻറ്റിമീറ്റർ സൈസിലുള്ള ഒരു സ്ക്വയർ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ 2 സൈഡിലും ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നെ പേപ്പറിന് ബോക്ക് പകരമായിട്ട് റിബണിൻ്റെ ബോക്ക് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 4 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലൊരു പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പീസിനെ താഴോട്ട് മടക്കിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ആ പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ വരുന്ന 2 പീസ് ഒരുമിച്ച് വെച്ച് അതിൻ്റെ സൈഡ് ഒന്ന് ഇതുപോലെ കർവായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് 2 സൈഡിൽ നിന്നും സെൻറ്റർക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ താഴെ വരുന്ന ആ ഒരു പീസിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് V ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലുള്ള ആ ടെയിലും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ആ റീത്തിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കുറച്ച് തെർമോക്കോൾ ബോൾ റെഡ് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ബോൻ്റെ സെൻറ്ററിൽ ഒരു ബട്ടണോ ഹാഫ് ബീഡോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തെർമോക്കോൾ ബോൾ പകുതിയായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കളർ പേപ്പർ വെച്ചിട്ടുള്ള റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി അല്ലേ ചെയ്യാൻ? അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.